നെക്സ്റ്റ് ആർക്ക് ലെങ്ത്ത്. പ്ലെയിനിലുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് കേവിൻ്റെ ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല നമ്മൾ സെക്ഷൻ 10.3യിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കേവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, ടി വാരി ചെയ്യുന്നത് എ ടു ബി ആണെങ്കിൽ ആ കേവിൻ്റെ ലെങ്ത്ത് ആർക്ക് ലെങ്ത്ത് എൽ ഈക്വൽ ടു ഇൻ്റൽ എ ടു ബി റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി ടി ആണ്. അതായത് ഇൻ്റൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അതാണ് ആ കേവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല നമ്മൾ സെക്ഷൻ 10.3യിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ സെയിം കേവിനെ വെക്റ്റർ ഇക്വേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇതാണെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദെൻ അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ. നമ്മൾ ഓൾറെഡി അതിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽ ഈക്വൽ ടു ഇൻ്റൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. സോ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയറിന് പകരം മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് ലെങ്ത് എൽ ഈക്വൽ ടു ഇൻ്റൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടും നമുക്ക് ആ പാരാമീറ്ററൈസ്ഡ് കേവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആർക്ക് ലെങ്ത് ഓഫ് എ സ്പേസ് കേവ്. നേരത്തെ പറഞ്ഞത് പ്ലെയിൻ കേവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സ്പേസ് കേവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അവിടെ ഒരു കമ്പോണൻറ്റ് കൂടി കൂടും എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ സ്പേസ് കേവ് സിയുടെ വെക്റ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇതാണെന്ന് വിചാരിക്കുക. അവിടെ എഫ് ഡാഷും ജി ഡാഷും എച്ച് ഡാഷും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ടി എന്നുള്ളത് എ മുതൽ ബി വരെ വാരി ചെയ്യുമ്പോൾ ആ കേവ് സി എക്സാക്ട്ലി വൺസ് ട്രേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ കേവ് സിയുടെ ആർക്ക് ലെങ്ത്ത് എൽ ഈക്വൽ ടു ഇൻ്റൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അതായത് ഇൻ്റൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇതാണ് ഒരു സ്പേസ് കേവിൻ്റെ, അതായത് വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് കേവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി ഹെലിക്സ് സി ഗിവൺ ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos ടി ഐ പ്ലസ് 2 sin ടി ജെ പ്ലസ് ടി കെ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ഇവിടെ ഒരു ഹെലിക്സിൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അവിടെ ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2 പൈ വരെയാണ്. ദെൻ ആ ഹെലിക്സിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2 sin ടി ഐ പ്ലസ് 2 cos ടി ജെ പ്ലസ് കെ. ദെൻ ആർക്ക് ലെങ്ത് എൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ്റൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. അത് യൂസ് ചെയ്യുമ്പോൾ എൽ ഈക്വൽ ടു ഇൻ്റൽ 0 to 2 പൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2 sin ടി ഐ പ്ലസ് 2 cos ടി ജെ പ്ലസ് കെ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത് റൂട്ട് ഓഫ് 4 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് 1 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ എൽ ഈക്വൽ ടു ഇൻ്റൽ 0 to 2 പൈ റൂട്ട് ഓഫ് 4 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് 1 ഡി ടി. ദെൻ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റൽ 0 to 2 പൈ റൂട്ട് 5 ഡി ടി. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 5 ഇൻറ്റു ടി എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 റൂട്ട് 5 പൈ എന്ന് കിട്ടും. അതാണ് ആ ഹെലിക്സിൻ്റെ ആർക്ക് ലെങ്ത്ത്. നെക്സ്റ്റ് സ്മൂത്ത് കേവ്സ്. ഒരു പാരാമീറ്റർ ഇൻ്റർവൽ ഐയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് കേവിനെ സ്മൂത്ത് എന്ന് പറയണമെങ്കിൽ ആ ഇൻ്റർവൽ ഐയിലെ എൻ പോയിൻറ്റ്സ് ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 വെക്റ്റർ ആയിരിക്കണം. എൻ പോയിൻറ്റ്സിൽ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് എൻ പോയിൻറ്റ്സിൽ ആർ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ആയിരിക്കണമെന്നോ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 വെക്റ്റർ ആയിരിക്കണമെന്നോ നിർബന്ധമില്ല. ആയാലും പ്രോബ്ലമൊന്നുമില്ല. ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള കേവ്സുകളെയാണ് സ്മൂത്ത് കേവ്സ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് ഐ പ്ലസ് ടി സ്ക്വയർ ജെ. ഈ വെക്റ്റർ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേവ് 0 0 എന്നുള്ള പോയിൻറ്റിലൊഴികെ ബാക്കി എല്ലായിടത്തും സ്മൂത്താണ്. 0 0 എന്നുള്ള പോയിൻറ്റ് ടി ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 വെക്റ്റർ ആണ്. കാരണം ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത് 3t² i പ്ലസ് 2t j ആണ്.
ദെൻ ആർ ഡാഷ് ഓഫ് 0 എന്നുള്ളത് 0i+0j അതായത് 0 വെക്ടർ ആയിരിക്കും. സോ 0 എന്നുള്ള പോയിന്റിൽ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവിലെ പോയിന്റ് 0 ആണ്. സോ 0 എന്നുള്ള പോയിന്റിലൊഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും r(t) എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേവ് സ്മൂത്ത് ആയിരിക്കും. ദെൻ ഇത്തരത്തിലുള്ള പോയിന്റുകളെ, അതായത് ആ പോയിന്റിൽ r(t) = 0 വെക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ നിയർ ബൈ പോയിന്റ്സിലും r(t) ≠ 0 വെക്ടർ ആയിരിക്കും. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ളൊരു പോയിന്റിൽ ആ കേവിന് ഒരു ഷാർപ്പ് കോർണർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ളൊരു പോയിന്റിനെയാണ് കസ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആ കേവിൻ്റെ ഒരു കസ്പാണ് 0 എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ. സ്പേസ് കേവ് സി എ ഒരു പാരാമീറ്റർ ഇൻ്റർവൽ ഐയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ r(t) യൂസ് ചെയ്ത്, അവിടെ പാരാമീറ്റർ t ആയിരിക്കും, ആ വെക്റ്റർ ഫംഗ്ഷൻ r(t) യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ സ്പേസ് കേവ് സി എ പാരാമീറ്ററൈസ്ഡ് ബൈ t എന്ന് പറയും. ദെൻ ഒരു കേവിൻ്റെ പാരാമീറ്ററൈസേഷൻ യൂണീക്ക് അല്ല. ഒരു കേവിന് ഒന്നിലധികം പാരാമീറ്ററൈസേഷൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് ഒരു ഹെലിക്സിൻ്റെ പാരാമീറ്ററൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. r(1)(t) = 2 cos ti + 3 sin tj + tk, 2π < t < 4π. അത് പാരാമീറ്റർ t യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ദെൻ ഈ കേവിൻ്റെ മറ്റൊരു പാരാമീറ്റർ യുവിലുള്ള റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇതിൽ ടിക്ക് പകരം e⁻u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നും u = ln t എന്ന് കിട്ടും. ഇവിടെ t വാരി ചെയ്യുന്നത് 2π മുതൽ 4π വരെ ആയതുകൊണ്ട് u വാരി ചെയ്യുന്നത് ln 2π മുതൽ ln 4π വരെ ആയിരിക്കും. സോ അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുള്ള ഹെലിക്സിൻ്റെ പാരാമീറ്റർ യുവിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് r2 = 2 cos e⁻u i + 3 sin e⁻u j + e⁻u k. അത് പാരാമീറ്റർ യുവിലുള്ള ആ ഹെലിക്സിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ്. അവിടെ u വാരി ചെയ്യുന്നത് ln 2π മുതൽ ln 4π വരെയാണ്. സോ ഒരു കേവിന് ഒന്നിലധികം പാരാമീറ്ററൈസേഷൻസ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത് ഒരു കേവിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. അതിനുവേണ്ടി ആദ്യം ആ കേവിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. Suppose that C is a smooth curve described by r(t) = f(t) i + g(t) j + h(t) k, where a < t < b. Then the arc length function s is defined by s(t) = a to t modulus of r(u) du. ഇവിടെ s(t) റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാരാമീറ്റർ ടിയുടെ ആർബിട്രറി വാല്യൂ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേവിലെ r(a) എന്നുള്ള പോയിന്റ് മുതൽ r(t) എന്നുള്ള പോയിന്റ് വരെയുള്ള ആ കേവിൻ്റെ ആർക്ക് ലെങ്ത് ആണ്. ഇവിടെ ടി വാരിയിങ് ആണ്, അതൊരു ഫിക്സഡ് വാല്യൂ അല്ല, ടി വാരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ s(t) എന്നുള്ളത് ടിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. ടി വാരി ചെയ്യുന്നതിനനുസരിച്ച് s(tയുടെ വാല്യൂസും മാറിക്കൊണ്ടിരിക്കും. ദെൻ ആ കേവിൻ്റെ r(a) മുതൽ r(b) വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൽ ടിക്ക് പകരം b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ s(b) = a to b modulus of r(u) du എന്ന് കിട്ടും. ദെൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് യുവിന് പകരം ടി എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ s(b) = a to b modulus of r(t) dt എന്ന് കിട്ടും. അതുതന്നെയായിരുന്നു നമ്മൾ നേരത്തെ ആ കേവിൻ്റെ ടി വാരി ചെയ്യുന്നത് എ മുതൽ ബി വരെയാണെങ്കിൽ ആ കേവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുവാൻ യൂസ് ചെയ്തിരുന്ന ഫോർമുല. സോ ഏത് ഫോർമുല യൂസ് ചെയ്താലും ആ കേവിൻ്റെ ടോട്ടൽ ലെങ്ത് സെയിം തന്നെയായിരിക്കും. ദെൻ s(t) = a to t modulus of r(u) du ആയതുകൊണ്ട് ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്യുമ്പോൾ ds/dt = modulus of r(t) എന്ന് കിട്ടും. ഡിഫറൻഷ്യൽ ഫോമിൽ പറയുമ്പോൾ ds = modulus of r(t) dt എന്ന് കിട്ടും. ദെൻ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു കേവിനെ എങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യാം എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ s(t) ഫോർ ദി സർക്കിൾ C ഇൻ ദി പ്ലെയിൻ ഡിസ്ക്രൈബ്ഡ് ബൈ r(t) = 2 cos ti + 2 sin tj 0 < t < 2π. Then use your result to find a parameterization of C in terms of S. സോ നമുക്കിവിടെ ഒരു കേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് സർക്കിളാണ്. അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ s(t) കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ റിസൾട്ട് യൂസ് ചെയ്ത് കേവ് സിയുടെ ആർക്ക് ലെങ്ത്തിൻ്റെ ടേംസിലുള്ള പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ s(t) കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ r(t) = -2 sin ti + 2 cos tj. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് r(t) = √4 × sin² t + 4 × cos² t. sin² t + cos² t = 1 ആയതുകൊണ്ട് √4 അതായത് 2 എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് r(t) ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് 2 ആണ്.
ദെൻ എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇവിടെ എന്നുള്ളത് 0 ആയതുകൊണ്ടാണ് നമ്മളവിടെ എക്ക് പകരം 0 എന്ന് ചൂസ് ചെയ്തത്. ദെൻ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു എന്നുള്ളത് 2 തന്നെയാണ്. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി 2 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യുവും 2 തന്നെയാണ്. അത് യൂസ് ചെയ്യുമ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t 2 ഡി യു. ദെൻ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2u എന്ന് കിട്ടും. യുവിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2t എന്ന് കിട്ടും. അതായത് എസ് ഓഫ് ടി ഈക്വൽ ടു 2t. ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ. ദെൻ എസ് ഓഫ് ടിക്ക് പകരം എസ് എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു 2t. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ ഇത് യൂസ് ചെയ്ത് ടീനെ ഇൻ ടേംസ് ഓഫ് എസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ടി ഈക്വൽ ടു ടി ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ 2. ദെൻ ടിയുടെ ഈ വാല്യൂ വെക്റ്റർ ആർ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആർ ഓഫ് ടി ഓഫ് എസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഓഫ് എസ് ബൈ 2i പ്ലസ് 2 ഇൻറ്റു സൈൻ ഓഫ് എസ് ബൈ 2j. ദെൻ എസ് വാരി ചെയ്യുന്നത് 0 മുതൽ 4π വരെയാണ്. കാരണം എസ് ഈക്വൽ ടു 2t ആണ്. ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എസ് ഈക്വൽ ടു 0. അതുപോലെ ടി ഈക്വൽ ടു 2π ആയിരിക്കുമ്പോൾ എസ് ഈക്വൽ ടു 4π ആണ്. സോ എസ് വാരി ചെയ്യുന്നത് 0 മുതൽ 4π വരെയാണ്. സോ തന്നിട്ടുള്ള സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്ററൈസേഷൻ ആണ്. ആർ ഓഫ് എസ് ഈക്വൽ ടു 2 cos s by 2i പ്ലസ് 2 sin s by 2j. എസ് വാരി ചെയ്യുന്നത് 0 മുതൽ 4π വരെ. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4π. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കേവിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ആർ ഓഫ് എസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാൻജൻ വെക്റ്റർ ആർ ഡാഷ് ഓഫ് എസിൻ്റെ ലെങ്ത്ത് 1 ആയിരിക്കും. അതായത് അത് യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് എസ് ഈസ് എ യൂണിറ്റ് ടാൻജൻ വെക്റ്റർ. നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആർ ഓഫ് എസ് ഈക്വൽ ടു 2 cos s by 2i പ്ലസ് 2 sin s by 2j. ദെൻ ആർ ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് സൈൻ എസ് ബൈ 2i പ്ലസ് കോസ് എസ് ബൈ 2j. കാരണം 2 cos s by 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. 2 ഇൻറ്റു മൈനസ് സൈൻ എസ് ബൈ 2 ഇൻറ്റു 1/2 അതായത് മൈനസ് സൈൻ എസ് ബൈ 2. അതുപോലെ തന്നെ 2 sin s by 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. കോസ് ഓഫ് എസ് ബൈ 2. അത് യൂസ് ചെയ്തിട്ടാണ് ആർ ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് എസ് ബൈ 2i പ്ലസ് കോസ് ഓഫ് എസ് ബൈ 2j എന്ന് കിട്ടിയത്. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എസ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എസ് ബൈ 2. സൈൻ സ്ക്വയർ എസ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എസ് ബൈ 2 ഈക്വൽ ടു 1 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ആർ ഡാഷ് ഓഫ് എസിൻ്റെ ലെങ്ത്ത് 1 ആണ്. സോ അത് യൂണിറ്റ് ടാൻജൻ വെക്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കർവ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഇ റേസ് ടു ടി കോസ് ടി കോമ ഇ റേസ് ടു ടി സൈൻ ടി കോമ ഇ റേസ് ടു ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇവിടെ ഒരു കർവിൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആർക്ക് ലെങ്ത് എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ ആയതുകൊണ്ട് എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 2π. ദെൻ നമുക്ക് അതിൻ്റെ ടാൻജൻ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. അതിൻ്റെ ആദ്യത്തെ രണ്ട് കമ്പോണൻസിലും രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഇ റേസ് ടു ടി കോസ് ടി മൈനസ് ഇ റേസ് ടു ടി സൈൻ ടി കോമ ഇ റേസ് ടു ടി സൈൻ ടി പ്ലസ് ഇ റേസ് ടു ടി കോസ് ടി കോമ ഇ റേസ് ടു ടി. കാരണം ആദ്യത്തെ കമ്പോണൻറ്റ് ഇ റേസ് ടു ടി കോസ് ടി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഇ റേസ് ടു ടി ഇൻറ്റു കോസ് ടി പ്ലസ് ഇ റേസ് ടു ടി ഇൻറ്റു മൈനസ് സൈൻ ടി. അതുപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു ടി സൈൻ ടി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഇ റേസ് ടു ടി സൈൻ ടി പ്ലസ് ഇ റേസ് ടു ടി കോസ് ടി. അത് യൂസ് ചെയ്തിട്ടാണ് ആർ ഡാഷ് ഓഫ് ടി ഇതുപോലെ വന്നത്. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു കോസ് ടി മൈനസ് സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ ടി പ്ലസ് കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ടിയുടെ സ്ക്വയർ അത് ഇ റേസ് ടു 2t ആണ്. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റേസ് ടു 2t ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി മൈനസ് 2 സൈൻ ടി കോസ് ടി പ്ലസ് ഇ റേസ് ടു 2t ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 2 സൈൻ ടി കോസ് ടി പ്ലസ് ഇ റേസ് ടു 2t which is equal to cos square t plus sin square t equal to 1 ആയതുകൊണ്ട് which is equal to root of e raised to 2t into 1 minus 2 sin t cos t plus e raised to 2t into 1 plus 2 cos t sin t plus e raised to 2t which is equal to root of e raised to 2t plus e raised to 2t plus e raised to 2t which is equal to root 3 e raised to 2t which is equal to root 3 into e raised to t. So modulus of r dash of t equal to root 3 into e raised to t
ദെൻ ആർക്ക് ലെങ്ത് L ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. അതിൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടിക്ക് പകരം √3 ഇൻറ്റു ഇ റേസ് ടു ടി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ L ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π √3 ഇൻറ്റു ഇ റേസ് ടു ടി ഡി ടി. വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √3 ഇൻറ്റു ഇ റേസ് ടു ടി എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ √3 ഇൻറ്റു ഇ റേസ് ടു 2π മൈനസ് 1 എന്ന് കിട്ടും. കാരണം ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആണ്. അതാണ് ആ കേവിൻ്റെ ആർക്ക് ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി ഫോർ ദി കർവ് ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു 1 + t i + 1 + 2t j + 3t k t greater than or equal to 0. Then use this result to find a parameterization of the curve C in terms of S. ഇവിടെ ഒരു കേവിൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ റിസൾട്ട് യൂസ് ചെയ്ത് ആ കേവിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് യൂസ് ചെയ്തിട്ടുള്ള പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു i + 2j + 3k. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു √1 + 4 + 9 അതായത് √14 ആണ്. ദെൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ 0 to t മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇവിടെ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആണ്, √14 ആണ്. സോ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യുവും √14 തന്നെയാണ്. അത് യൂസ് ചെയ്യുമ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t √14 ഡി യു. വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √14 ഇൻറ്റു യു എന്ന് കിട്ടും. അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു √14 ടി എന്ന് കിട്ടും. ദെൻ എസ് ഓഫ് ടിക്ക് പകരം എസ് എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു √14 ടി. അതിൽ നിന്നും ടി ഈക്വൽ ടു എസ് ബൈ √14 എന്ന് കിട്ടും. ദെൻ ടിയുടെ ഈ വാല്യൂ വെക്റ്റർ ആർ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആർ ഓഫ് ടി ഓഫ് എസ് ഈക്വൽ ടു 1 + s by √14 i + 1 + 2s by √14 j + 3s by √14 k. ഇവിടെ പാരാമീറ്റർ ടിയുടെ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഹാഫ് ഓപ്പൺ ഇൻഫിനിറ്റി ആണ്. അതായത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എസ് ഈക്വൽ ടു √14 ടി ആയതുകൊണ്ട് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസിൻ്റെ പാരാമീറ്റർ ഇൻ്റർവെൽ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ തന്നിട്ടുള്ള കേവിൻ്റെ ആർക്ക് ലെങ്ത് എസ് യൂസ് ചെയ്തിട്ടുള്ള പാരാമീറ്ററൈസേഷൻ ആണ് ആർ ഓഫ് എസ് ഈക്വൽ ടു 1 + s by √14 i + 1 + 2s by √14 j + 3s by √14 k s greater than or equal to 0.